ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജീവൂസ് വ്ളോഗ്സ്. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥിയെ ഞാൻ അങ്ങ് ആദ്യം പരിചയപ്പെടുത്തിയേക്കാം. മണം കൊണ്ട് അത്ര കേമനല്ലെങ്കിൽ ഗുണം കൊണ്ട് കേമനായ ഒരാളാണ് എൻ്റെ കൂടെ. എന്നാൽ പിന്നെ ഇവനെ അങ്ങ് പൊരിച്ചേക്കാം എന്ന് കരുതി. മത്തി ഇപ്പോൾ സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം എന്താ, കുഞ്ഞന്മാരെ കിട്ടാനുള്ളൂ. ഇങ്ങനെ തക്കട് കുട്ടന്മാരെ ഒന്നും കിട്ടാനേ ഇല്ല മാർക്കറ്റിൽ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നല്ല തക്കട് കുട്ടന്മാരും മത്തിയെ കിട്ടി. അപ്പോൾ അവനെ അങ്ങ് വെച്ചങ്ങ് പൊരിച്ചേക്കാമെന്ന് കരുതി. വായോ, എൻ്റെ കൂടെ നിങ്ങളും വായോ. ഞാൻ എങ്ങനെയാണ് പൊരിക്കുന്നതെന്ന് നിങ്ങളെയും പരിചയപ്പെടുത്തി തരാം. ഇന്ന് എൻ്റെ കയ്യിൽ വന്ന് വെട്ട മത്തിക്കുട്ടന്മാർ ഇവരാണ്. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന മത്തിക്കുട്ടന്മാർ. ഇവനെ ഞാനങ്ങ് കഴുകി വൃത്തിയാക്കി വറക്കാൻ പാകത്തിന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. വായോ, ഓടി വായോ, മാരിനേറ്റ് ചെയ്തേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1.5 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. കാരണം നമ്മൾ കുരുമുളക് പൊടി വരുന്നുണ്ട് കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വലിച്ചു കയറിയ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിന് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തിട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഇതിൻ്റെ ഉള്ളിലോട്ട് തട്ടിയിട്ടേക്കാം. സെറ്റായി കേട്ടോ. എല്ലാം പുരട്ടി അതിൻ്റെ വയറിൻ്റെ ഉള്ളിലൂടെ എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറത്തെ വിശ്രമത്തിന് ശേഷം മത്തിക്കുട്ടന്മാർ തണുത്ത് വിറച്ച് വന്നിട്ടുണ്ട്. ഇവന്മാരെ ഒന്ന് ചൂടാക്കിയേക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈ പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. പലരുടെയും അളവ് പലതായിരിക്കുമല്ലോ, നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ എടുത്തോളൂ. ഇനി നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ചധികം കറിവേപ്പിലയാണ് കേട്ടോ. മത്തിക്കുട്ടന്മാർ വറുത്ത് കഴിയുമ്പം ഇവർക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ഒരു മണവും ഉണ്ടാകും. കൂടാതെ നമ്മുടെ ഫ്രൈ പാൻ്റെ അടിയിൽ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. നല്ല റെഡ് കളറിലിരിക്കുന്നു. ഞാൻ ഈ കാശ്മീരി ചില്ലി ഉപയോഗിച്ചതിൻ്റെ കാര്യം, നമ്മുടെ കുരുമുളകിന് അത്യാവശ്യം നല്ല എരിവ് കാണും, പക്ഷെ നമുക്കെന്നാൽ കളറും വേണം. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തിക്കുട്ടന്മാർ എല്ലാവരും എണ്ണ ചാടിയിട്ടുണ്ട്. നമുക്കിനി ഇവരെ മൂടി വെച്ച് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ മൊത്തം പൊട്ടിത്തെറികളും ബഹളങ്ങളും ആയിരിക്കും. അപ്പോൾ ഒന്ന് നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോളൂ, ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ളിലൊരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് അങ്ങനെ ചട്ടിയുടെ ഉള്ളിൽ കിടന്ന് മത്തിക്കുട്ടന്മാർ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം മറിച്ചിടുവാനൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കിയാലോ. ഈ കുക്കിങ്ങിൽ നമ്മൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിലും 5 പേരുണ്ടെങ്കിലും അവർക്ക് 5 വിധേനയായിരിക്കും വേണ്ടത്. ഞാൻ മീൻ പൊള്ളിക്കുമ്പോൾ അങ്ങ് ക്രിസ്പി ആക്കി എടുക്കാറില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടെൻഡറായിട്ടിരിക്കാൻ പാകത്തിന് എടുക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ വറവിൻ്റെ പാകം അനുസരിച്ച് നിങ്ങൾക്ക് മറിച്ചും തിരിച്ചും ഇട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. ഇവരുടെ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി ഈ മത്തിക്കുട്ടന്മാരെ മറിച്ചിടുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസിൽ നിന്നും മാറ്റി വെച്ചതിന് ശേഷം മാത്രം മത്തിക്കുട്ടന്മാരെ മറിച്ചിടണം കേട്ടോ. മറു സൈഡ് പൊരിച്ചെടുത്തതുപോലെ തന്നെ അടുത്ത സൈഡോടെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു 5-6 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ പാകം 5-6 മിനിറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ക്രിസ്പിനെസ് അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മത്തി ലവേഴ്സ് കം ഹിയർ. നമ്മളുടെ വികാരം റെഡി ആയിട്ടുണ്ട്. ഇവൻ മാത്രം മതി ഊണിന്. പക്ഷേ അധികം ആരോഗ്യത്തിന് നല്ലതല്ലാത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവനാ പൊരിഞ്ഞ എണ്ണയില്ലേ, അവനും മറ്റൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ മത്തി ലവേഴ്സ് ഇങ്ങനെ ചോറുണ്ണാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതെ, ഞങ്ങളുടെ നാട്ടിൽ ഇവനെ മത്തി എന്നും ചാള എന്നൊക്കെ ചില പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വിളിപ്പേര് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. വീണ്ടും സന്ധിക്കും വരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.